ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിവിടെ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. റെസിപ്പി എന്താണെന്നല്ലേ, ഇഡലിക്കും ദോശയ്ക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡലിപ്പൊടി, അല്ലെങ്കിൽ നമുക്ക് ദോശയ്ക്കും യൂസ് ചെയ്യാം കേട്ടോ. അതിനാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് വേണ്ടത് ഉഴുന്നുപരിപ്പാണ് വേണ്ടത്. സെക്കൻഡ് വൺ ആയിട്ട് വരുന്നത് ജീരകം, പെരുംജീരകം അല്ല കേട്ടോ, സാധാ ജീരകമാണ് അതാണ് വേണ്ടത്. മൂന്നാമതായിട്ട് വേണ്ടത് പിന്നെ കുരുമുളകാണ് വേണ്ടത്. കുരുമുളകും നമുക്ക് മണത്തിനും രുചിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് എടുക്കാം. നാലാമതായിട്ട് വേണ്ടത് നമുക്ക് കടലപ്പരിപ്പാണ്, അതായത് സാമ്പാർ പരിപ്പല്ല കേട്ടോ, കടലപ്പരിപ്പില്ലേ അതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു നുള്ളു കായം, അതായത് കൂടുതലാവാൻ പറ്റില്ല, അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, അതുകൊണ്ട്. പിന്നെ കറിവേപ്പിലയും കായും ഒരുപാട് വേണ്ട, അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, അതുകൊണ്ട് പാകത്തിന് എടുത്താൽ മതി. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ചുവന്ന മുളകാണ് വേണ്ടത് കേട്ടോ. ചുവന്ന മുളക് നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്, അതിലും എരിവുണ്ട്. അപ്പോൾ ചുവന്ന മുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് എരിവ് വേണ്ടവർ അങ്ങനെ അല്ല, കുറച്ച് മതിയെങ്കിൽ കുറച്ച്. പിന്നെ വേണ്ടത് അരിയാണ്. അരി എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചരി, അല്ലെങ്കിൽ നമുക്ക് ചോറ് വെക്കുന്ന അരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കിപ്പോയെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ചട്നി ചമ്മന്തി ഒന്നും അരയ്ക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ചീനച്ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതെടുത്തിട്ട് ആദ്യം അരി ഒന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ട. സാധാ നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് വറുത്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഈ അരി ഒന്ന് കളർ ചേഞ്ച് ആവും, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. അരി തന്നെ അതിൻ്റെ ഒരു വറുക്കുന്ന അരിക്കൊരു വ്യത്യാസം വരില്ലേ, അങ്ങനെയും വരും. അപ്പം നമുക്കത് നിർത്താം. ഒരുപാട് കളർ ചേഞ്ചായ പൊടിക്കും കളർ ചേഞ്ച് വരും, അതുകൊണ്ടാണ് ഒരുപാട് കരിഞ്ഞു പോകാനൊന്നും പറ്റാതെ. സെക്കൻഡായിട്ട് ഉഴുന്നും പരിപ്പ് അതേപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളറാവുന്ന സമയത്ത് നിർത്തുക. ഒരുപാട് കരിഞ്ഞു പോകാൻ പറ്റില്ല, അതിൻ്റെ കരിഞ്ഞു പോയ ആ കരിവും മണവും കൂടെ നമുക്ക് ആ പൊടിയിൽ വരും. പിന്നെ കടലപ്പരിപ്പിൽ കുറച്ച് ഞാൻ ഈ പൊരികടലയില്ലേ അതും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീരകം കുറച്ചുള്ളതുകൊണ്ട് ജീരകവും കുരുമുളകും കൂടെ ഞാൻ ഒന്നായിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതും അങ്ങ് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് രണ്ടും കൂടെ. പിന്നെ ഞാൻ ഉപ്പ് എന്തിനാണ് വറുക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പിൽ ചെറിയൊരു നനവുണ്ടാവും, ആ നനവ് പൊടിയിലേക്ക് വരണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ലാസ്റ്റായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കായം വറുത്തെടുക്കുക. കായം വറുത്തെടുക്കുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണ ലാസ്റ്റ്, വേറെ ഒന്നിനും എണ്ണേൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് വറുത്തെടുത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈനലി റിസൾട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ ചാലിച്ചിട്ട് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്